നമ്മെപ്പോഴും പരിപ്പ്, അരി, സേമിയോ ഒക്കെ കൊണ്ടല്ലേ പായസം വെക്കാറ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ചക്ക കൊണ്ടൊരു പായസം വെക്കാം. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി അരക്കപ്പ് ശർക്കര പാനിയാക്കി മാറ്റി വെക്കണം. ഉരുളിയിൽ 1 സ്പൂൺ നെയ്യൊഴിച്ച് തേങ്ങാക്കൊത്ത്, കശുവണ്ടി, സേമിയോ എന്നിവ വറുത്ത് കോരി മാറ്റി വെക്കാം. അതേ ഉരുളിയിൽ തന്നെ 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. അത് നല്ലോണം ഒന്ന് തിളച്ച് വറ്റി തുടങ്ങുമ്പോൾ 2ാം പാല് ചേർത്ത് കൊടുക്കണം. 2ാം പാൽ ഒഴിച്ച ശേഷം ഫ്ലെയിം സിമ്മിൽ വെക്കണം. കാരണം 2ാം പാലിൽ കിടന്നിട്ട് വേണം ചക്ക ഒന്ന് വെന്ത് കിട്ടാൻ. അതിനുശേഷം കുറച്ച് ചക്ക ഞാൻ കോരി മാറ്റുന്നുണ്ട്. ഇതൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. പായസം നല്ല കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചുക്കും പൊടിച്ചത് ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ശേഷം 1ാം പാല് ചേർത്ത് തിളച്ച് വരുമ്പോൾ തന്നെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, കശുവണ്ടി, സേമിയോ എന്നിവ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് പായസം കിട്ടിയത്. ഇത്രയും കട്ടി വേണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം.